നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഭീകരർക്കിടയിൽ അവർ മാഡം സർജൻ എന്നറിയപ്പെട്ടു. ഇപ്പോഴിതാ നടുക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു. 19 സ്ത്രീകളെ അവർ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടു. ജെയ്ഷെ മുഹമ്മദ് വനിതാ ഭീകര ശൃംഖലയെ ഇന്ത്യയിൽ വളർത്താൻ ശ്രമിച്ച ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഏകദേശം 19ഓളം സ്ത്രീകളെ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവന്നു. മിഷൻ കാഫിർ, മുജാഹിദ്, ജംഗ്ചു എന്നീ രഹസ്യനാമങ്ങളിലുള്ള വിശദമായ ആത്മഹത്യ ബോംബ് സ്ക്വാഡുകളിലേക്കാണ് ഇവർ സ്ത്രീകളെ നിയോഗിച്ചത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോൾ രാജ്യം അസ്വസ്ഥജനകമായ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു. മാഡം സർജൻ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് 19 സ്ത്രീകളെ തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനും അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കാൻ ഇടവരുത്തുന്നതിലും ശക്തമായ പങ്കുവഹിച്ചതിൻ്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഈ 19 സ്ത്രീകളെയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ എല്ലാവരും ഒളിവിൽ പോയി എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പരിശീലനം ലഭിച്ചിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹിദിന്. തൻ്റെ പ്രൊഫഷണൽ വിശ്വാസ്യതയും സമൂഹ സ്വാധീനവും ഉപയോഗിച്ച് ദുർബല സ്ത്രീകളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും ജെയ്ഷെ മുഹമ്മദ് മോഡ്യൂളുകളിലേക്ക് ഇവർ ആകർഷിച്ചു. അവരുടെ തന്നെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകളാണ് ഇപ്പോൾ നിർണായകമായത് അന്വേഷണത്തിൽ. സ്ഫോടക വസ്തുക്കൾ, പ്രബോധന മോഡ്യൂളുകൾ, റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾ എന്നിവയൊക്കെ ഇവരുടെ ഫോണുകളിൽ ഭദ്രമാണ്. മുജാഹിദ്, ജംഗ്ചു എന്ന രഹസ്യനാമത്തിൽ ആത്മഹത്യാ സ്ക്വാഡുകൾക്കായുള്ള വിശദമായ പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിരുന്നു. വിവാഹമോചിതരായ സ്ത്രീകളും 14 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെയും ഇവർ ബോധപൂർവം ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അവർ വൈകാരികമായി ദുർബലരാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം സ്ത്രീകളെ ഇവർ തീവ്രവാദ ശൃംഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കൂട്ടക്കൊലകൾക്കായി ഈ സ്ത്രീകളെ മനുഷ്യബോംബുകളാക്കി ഉപയോഗിക്കുകയായിരുന്നു ഷഹീൻ ഷാഹിദിന്റെ ലക്ഷ്യം. ഇത്തരം ഓപ്പറേഷനുകൾക്ക് അവർ നൽകിയ പേര് മിഷൻ കാഫിർ. ജെയ്ഷെ മുഹമ്മദ് ഭീകര ശൃംഖലയിലെ മറ്റൊരു പ്രതിയായ ഡോക്ടർ മുസമ്മിലുമായി ഷഹീന് വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മുസമ്മിൽ ഒരിക്കൽ തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നുവെന്ന് ഷഹീൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മൊഴി നൽകി. എന്നാൽ തനിക്ക് പ്രായം കൂടുതലായതുകൊണ്ട് വിവാഹം എന്ന മുസമ്മിലിന്റെ ആവശ്യത്തോട് താൻ യോജിച്ചില്ല. ഡൽഹി സ്ഫോടന ഗൂഢാലോചനയിൽ ഉപയോഗിച്ചതായി സംശയിക്കുന്ന വാഹനങ്ങളിൽ ഒന്നായ ബ്രസ മുസമ്മിലും താനും ചേർന്നാണ് വാങ്ങിയത് എന്നും അവർ വെളിപ്പെടുത്തി. ചെങ്കോട്ടയിൽ വൻ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമറുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ തട്ടമിടാൻ ഉമർ നബി പ്രേരിപ്പിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഉമർ നബിയെക്കുറിച്ച് സഹപ്രവർത്തകർ പറയുന്നത്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തന്നെ മതപരമായ കാര്യങ്ങളിൽ കടുത്ത കാഴ്ചപ്പാട് പുലർത്തിയിരുന്നു. ആശുപത്രിയിലെത്തുന്ന വനിതാ രോഗികളോട് എന്തുകൊണ്ടാണ് ഹിജാബ് ധരിക്കാത്തത് എന്ന് ഇയാൾ ചോദിക്കും. തല ശരിയായി മൂടാത്തത് എന്താണ് എന്നും ഇയാൾ ചോദിക്കും. തന്റെ ചിന്താഗതിക്ക് അപ്പുറമുള്ള നീക്കങ്ങളെയും നിലപാടുകളെയും ഒക്കെ ഉമർ നബി കടുത്ത തോതിൽ വിമർശിച്ചിരുന്നു. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തണമെന്ന് ഇയാൾ ശാഠ്യം പിടിച്ചു. രോഗികളോട് രോഗത്തെക്കാളേറെ ഇയാൾ ചോദിച്ചിരുന്നത് മറ്റ് മതപരമായ കാര്യങ്ങൾ. മാനേജ്മെന്റ് അതിന്റെ പേരിൽ ഇയാളെ പിന്നീട് പുറത്താക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തുടർന്ന് ഇയാൾ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിലെത്തി. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി ചാർജ് എടുത്തു. ചെങ്കോട്ടയ്ക്കടുത്ത് വൻ സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബി എല്ലാ കാര്യങ്ങളും കൃത്യമായി നേരത്തെ തന്നെ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തിയിരുന്നു. അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സ്ഫോടനാത്മക വിവരങ്ങളാണ് മറുവശത്ത് പുറത്തുവരുന്നത്. സർവകലാശാലയുടെ സ്ഥാപകൻ അഹമ്മദ് സിദ്ദിഖിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ ഒരു വശത്ത്, മറുവശത്ത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഭീകര ശൃംഖലയിലേക്കും മറ്റ് അനധികൃത ബിസിനസ്സുകളിലേക്കും ഒഴുകി എന്ന് കരുതുന്ന 415 കോടി രൂപയുടെ ഇടപാടുകൾ. ഇപ്പോഴിതാ അൽഫലാ സർവകലാശാല സ്ഥാപകൻ റിമാൻഡിലാണ്. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പരകൾ, 2007 ഗോരഖ്പൂർ സ്ഫോടന പരമ്പരകൾ. ഇതിലൊക്കെ പ്രതിയായ മിർസ ഷദാബ് ബെയ്ഗ് ഇപ്പോൾ അൽഫലാഖ് സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥിയായിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ മുജാഹിദീൻ സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. മിർസ ഷദാബ് ബെയ്ഗ് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞയാളാണ്. എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും സ്ഫോടനങ്ങളിലേക്കും കടന്നു. തൻ്റെ പ്രാഗൽഭ്യം
ബോംബുകൾ ഉണ്ടാക്കുക എന്ന മേഖലയിലേക്ക് ഇയാൾ തിരിച്ചു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലുകളും ഡോക്ടർമാരും. അതിലപ്പുറം സർവകലാശാലയുടെ സ്ഥാപകന് പോലും ഇതിൽ മുഖ്യ പങ്ക്. പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്താൻ സദാപേ എന്ന വാലറ്റ് ആപ്പിലൂടെ 20,000 പാക് രൂപ വീതം സംഭാവന ആവശ്യപ്പെട്ടുവെന്ന് ഇതിനിടയിൽ അന്വേഷണ സംഘം കണ്ടെത്തി. ഉമർ നബിയുടേതടക്കം ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത്തരം സുപ്രധാന തെളിവുകൾ കിട്ടിയത്. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലയെ വലവിരിച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. രാജ്യത്തിനെതിരെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ പോലീസിന്റെ സംസ്ഥാന അന്വേഷണ ഏജൻസി വ്യാഴാഴ്ച ജമ്മു കാശ്മീർ ടൈംസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. രാവിലെ ആരംഭിച്ച റെയ്ഡിൽ AK-47 വെടിയുണ്ടകൾ, പിസ്റ്റൾ റൗണ്ടുകൾ, 3 ഗ്രനേഡ് ലിവറുകൾ എന്നിവ കണ്ടെടുത്തു. ഇന്ത്യയുടെയും കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും വിഭജനവാദത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു എന്നാരോപിച്ച കാശ്മീർ ടൈംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അനുരാധ ഫാസിനെതിരെയും ഇപ്പോൾ FIR സമർപ്പിച്ചിരിക്കുന്നു. അതിശക്തമായ നീക്കങ്ങളിലൂടെ അന്വേഷണ സംഘം ഓരോ നിമിഷവും ഭീകര ശൃംഖലകൾ വരിഞ്ഞുമുറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.